കാവ്യക്ക് ദിലീപേട്ടനിൽ ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മളെല്ലാവരോടും നന്നായി പെരുമാറുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് എന്റെ ഭർത്താവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഹായ് നിങ്ങൾ എല്ലാവരോടും നന്നായി പെരുമാറുന്നതെന്ന് ഞാൻ പറയത്തില്ല. അതുണ്ട്, പക്ഷെ അതായിരിക്കില്ല, ദുഷ്ടതയാണ്. മനസ്സിന്റെ വലിപ്പമില്ലായിക. ഇനി എന്ത് കാര്യത്തിലാണ് വഴക്കുണ്ടാക്കണേ, അല്ലെങ്കിൽ എനിക്ക് കാര്യം ഇഷ്ടമല്ല കേട്ടോ ദിലീപേട്ട എന്ന് പറയുന്ന കാര്യം എന്താണ്? ഞാൻ മടിയനാണ്, പങ്ക്ച്വൽ അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത്ര സമയം അതിന് മുമ്പ് ഒരാൾ വന്ന് കയറി അതെല്ലാം പൊളിക്കും. അവിടെ എല്ലായിടത്തും അതിനനുസരിച്ച് പോകും. അപ്പോൾ പറയും ഇത് എന്തിനാ നേരത്തെ ഇറങ്ങിക്കൂടി. ഞാൻ പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് 9 മണിക്ക് ചെല്ലുന്ന സ്ഥലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു 8 മണിയാകുമ്പോൾ പറഞ്ഞാൽ പറയാം. ആ 8 മണിക്ക് കണക്കാക്കി എന്തോ ഒരു ഗുരുത്വദോഷം തോറല്ലേ അത്. ആരെങ്കിലും വന്ന് കയറി അപ്പം നമ്മുടെ പ്രശ്നം ഇയാൾ ഒഴിവാക്കാനും പറ്റാത്ത ഒരാളാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അല്ല ഇറങ്ങണം പോകണം അല്ലേ, ഒരു കാര്യം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് 9 മണിയാവും. അപ്പം നമ്മൾ അവിടെ ചെല്ലേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പറയാൻ പറ്റത്തില്ല. ഇനി കൂട്ടുകാർക്കിടയിലെ ദിലീപേട്ടന്റെ വട്ടപ്പേരെന്താണ്? ഇരട്ടപ്പേര് കോളേജ് പഠിക്കുന്ന സമയത്ത് കോവാല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വിളിക്കോ? ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പലരും ദിലു അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ്. ഇനി നമ്മൾ മിമിക്രി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ദിലീപേട്ട, നമ്മൾ ഏറ്റവും ആദ്യം ഒരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് അവിടെ നിന്നാണല്ലോ തുടങ്ങുക. അപ്പൊ ദിലീപേട്ടൻ ഏറ്റവും ആദ്യം അനുകരിച്ച ആള്, അതിനുശേഷം കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അനുകരിച്ച ഒരാള്? ഇല്ല, ഞാൻ ആദ്യം അനുകരിച്ചത് ഒന്ന് സ്കൂളിലെ 2 സാറുമാരെ തന്നെയാണ്. എൻ്റെ അച്ഛനെ പഠിപ്പിച്ച ഒരു സാറ് എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം പഠിപ്പിച്ച കരുനാഗപ്പള്ളി സാറും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻകുട്ടി സാറുണ്ടായിരുന്നു. ഈ ഗോവിന്ദൻകുട്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഞാനന്ന് സ്കൂളിൽ വെറുതെ തമാശക്കൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആ സമയത്ത് വലിയ മിമിക്രി ഇതൊന്നുമില്ല. സാറിൻ്റെ ചില ചേഷ്ടകൾ കാണിച്ചു. പിന്നീട് ഞാൻ കേട്ടത് ജയറാമേണ്ണനും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താൽ വന്നിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പെരുമ്പാവൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ വന്നത്. ഞങ്ങള് ഒരേ സാറിനെ പണി കൊടുത്തിട്ട് വന്ന ആൾക്കാരുള്ള കണക്ഷൻ കൂടി ഇന്ത്യക്ക് അറിയില്ല കേട്ടോ. അല്ല ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ടില്ലായിരുന്നു ചക്കിയുടെ? നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പല ഇത് എത്ര ദിവസത്തെ കല്യാണമായിരുന്നു ദിലീപേട്ട? ഞാൻ അത് കണ്ടു. കല്യാണം ഇന്നുണ്ട്, റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക പാലക്കാട്. അപ്പൊ ഇത് കേരളം മുഴുവൻ നടന്നിട്ടുള്ള റിസപ്ഷൻ ആണ്? സ്ഥലത്തുണ്ട്. ഇത് പല ഹോട്ടലായോണ്ട് മനസ്സിലായില്ല. ആദ്യത്തേത് എവിടെയായിരുന്നു? ആദ്യം തുടങ്ങിയത് നമ്മള് ഹയാത്തില് തൃശ്ശൂരില്. സംഗീത് അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഞങ്ങള് കാണുന്നുണ്ട് ഫോട്ടോ വീഡിയോ. പിന്നെ ജയറാമേന്റെ ഒരു കോമഡി ആയിട്ട്, ജയറാമേട്ടനും കണ്ണനെ കൂടിയുള്ള ഒരു കോമഡി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ഗുരുവായൂരിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹയാത്തില് കെട്ട് ഗുരുവായൂർ, കല്യാണം ഇവിടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസപ്ഷൻ കൊച്ചി ഹയാത്തില്. അത് കഴിഞ്ഞ് തൃത്വ അവന്റെ ടാറ്റയുടെ അവിടെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പാലക്കാട്. ഇനി തമിഴ്നാട്ടിലും ഉണ്ടോ? എവിടേക്കാ പോകും?